ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വീടൊക്കെ വയ്ക്കാനായിട്ട് പ്ലോട്ട് വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് കമൻറ്റ് ചെയ്തിരുന്നു. അവർ സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് പല പല ബുദ്ധിമുട്ടുകളും അതുപോലെ വെള്ളക്കെട്ടും പല പല പ്രശ്നത്തിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം പരിഹരിക്കാനായിട്ട് അത്തരം പ്രശ്നങ്ങളിൽ നമ്മൾ ഇനിയും ചെന്ന് ചാടാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പ്ലോട്ടൊക്കെ വാങ്ങിക്കാനിരിക്കുകയാണെങ്കിൽ അതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം ഞാൻ ചെയ്യുന്നത് കൂടുതലും ഈ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വീട് പണി സംബന്ധമായിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ പലർക്കും ഉപകാരപ്രദമായ വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വീട് പണി സംബന്ധമായിട്ടോ വസ്തു വാങ്ങിക്കുന്ന സംബന്ധമായിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഇന്ന് പറയുന്നത് നമ്മൾ വീട് വയ്ക്കാൻ വേണ്ടി ചെറിയ പ്ലോട്ടുകൾ ഒക്കെ എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മൾ വലിയ കൊമേഴ്സ്യൽ പ്ലോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ല, എങ്കിലും അതിലും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതിൽ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊരു 5, 10 അല്ലെങ്കിൽ 15, 20 സെൻറ്റൊക്കെ നമ്മൾ വീട് വയ്ക്കാനായിട്ട് നമ്മളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരിക്കും നമുക്കൊരു സ്ഥലം വാങ്ങിച്ചിട്ട് വീട് വെക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു സ്ഥലം വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് കൂടുതലായിട്ട് നമ്മളതിൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളൊരു പ്ലോട്ട് എടുക്കുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ പ്ലോട്ടിലേക്ക് വാഹനങ്ങൾ വരുന്നതിന് ആവശ്യമായിട്ടുള്ള വഴിയുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ചില കേസുകളിൽ നമുക്കറിയാം 5 അടി വഴി അല്ലെങ്കിൽ 8 അടി വഴിയൊക്കെയുള്ള ചില പ്ലോട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് മെറ്റീരിയൽസ് എത്തിക്കണമെങ്കിൽ ഒരുപാട് ചിലവായിരിക്കും. പിന്നെ നമ്മൾക്ക് സ്വന്തമായിട്ടൊരു കാർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിലേക്ക് ആ വണ്ടിയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് സാധിക്കില്ല, മെയിൻ റോഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എപ്പോഴും നമ്മളൊരു പ്ലോട്ട് എടുക്കുമ്പോൾ അതിലേക്ക് മിനിമം ഇന്നത്തെ കാലത്ത് മിനിമം എന്ന് പറഞ്ഞാൽ ഒരു 12 അടി വഴിയാണ്, അതായത് ഒരു ടോറസ് വരാവുന്നൊരു വഴി. പിന്നെ അതുകൂടാണ്ട് വഴിയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ പ്ലോട്ട് ഒരുപാട് അകത്തായിരിക്കും. അപ്പോൾ ഈ 12 അടി വഴി സ്ട്രെയിറ്റ് പോകുകയാണെങ്കിൽ നമുക്കൊരു വാഹനം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകേണ്ട കേസുണ്ടെങ്കിൽ വാഹനം 2 വാഹനത്തിനും കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം വരും. അങ്ങനെയുള്ള സ്ഥലത്തുള്ള പ്ലോട്ടുകൾ നമ്മൾ എടുക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് ഇരു വാഹനങ്ങളും നമുക്ക് റിവേഴ്സ് എടുക്കുക അല്ലെങ്കിൽ മറ്റൊരാളുടെ വീടിൻ്റെ ഗേറ്റ് തുറന്ന് അവിടെ ഇട്ട് തിരിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകും. അത് സ്ഥിരമായിട്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്ലോട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കണം. വഴി ലോങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് മറ്റൊരു വാഹനം വന്നു കഴിഞ്ഞാൽ ഒരു വാഹനം ഒതുക്കിയിട്ട് മറ്റൊരു വാഹനം കടന്നു പോകാനുള്ള സ്ഥലമുണ്ടോ എന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ അടുത്തായിട്ട് നോക്കേണ്ടത് നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് കറണ്ട് എടുക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ നമ്മുടെ പ്ലോട്ടുകൾ തിരിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ കണക്ഷൻ ഓൾറെഡി ഉണ്ടാവും, പോസ്റ്റ് നമ്മുടെ തൊട്ടടുത്ത് വരെ വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് പോസ്റ്റ് വന്നിരിക്കുന്നത് ആ പോസ്റ്റിൽ നിന്നും നമ്മൾ മറ്റൊരു പോസ്റ്റ് കണക്ട് ചെയ്ത് അങ്ങനെ ലൈൻ വലിച്ച് നമ്മുടെ പ്ലോട്ട് വരെ എത്തിക്കേണ്ടി വരും. ഒരുപാട് പ്ലോട്ടുകളുണ്ടെങ്കിൽ എല്ലാവരും കൂടി അത് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. എങ്കിലും നമുക്ക് 3 ഫേസ് എടുക്കാനുള്ള സൗകര്യമുള്ള പ്ലോട്ടായിരിക്കും എപ്പോഴും വേണ്ടത്. കാരണം ഇന്ന് നമുക്കറിയാം നമ്മൾ വയ്ക്കുന്ന വീട് മിനിമം ഒരു 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റുള്ള വീടുകളായിരിക്കും, 2000 ആയിരിക്കും. 1, 2 AC വയ്ക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും 3 ഫേസ് കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് സിംഗിൾ ഫേസിൽ പഴയ കാലം പോലെ കണക്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും 3 ഫേസ് കണക്ഷൻ എടുക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മൾ വാങ്ങിക്കുന്ന പ്ലോട്ടിൽ നമുക്ക് വെള്ളം ഉണ്ടെന്നുള്ളത്. വെള്ളം ഇല്ലെങ്കിൽ നമുക്കറിയാം, വെള്ളം ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം മുടങ്ങും. ചിലപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എടുക്കാനുള്ള സാഹചര്യമുള്ള പ്ലോട്ടായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്ലോട്ടുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ ഓർക്ക് എങ്ങനെ വെള്ളം ഉണ്ടോയെന്ന് അറിയണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ചെക്ക് ചെയ്യാവുന്ന കാര്യം, തൊട്ടടുത്ത പ്ലോട്ടിൽ ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ കിണറിൽ പോയി ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും വെള്ളം ഉണ്ടോ ഇല്ലോ എന്നുള്ളത്. അതുപോലെ നമുക്ക് ബോർവെൽ അടിക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാം. അതുപോലെ നമ്മൾ പ്ലോട്ടൊക്കെ നോക്കുന്നത് മഴക്കാലത്താണെങ്കിൽ നമുക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. വെള്ളക്കെട്ടുള്ള സ്ഥലമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചിലപ്പോൾ ഉയർന്ന സ്ഥലത്ത് നിന്നൊക്കെ വെള്ളം ഒഴുകി വരാനോ അല്ലെങ്കിൽ സ്ഥലത്ത് ഭൂമിയിൽ നിന്നുള്ള ഉറവൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സ്ഥലം നമ്മൾ ഒരിക്കലും എടുക്കരുത്. കാരണം അങ്ങനെയുള്ള സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷൻ പോലെ എക്സ്പെൻസ് കൂടുതലായിരിക്കും. പിന്നെ മണ്ണടിച്ച് ഉയർത്തുമ്പോൾ നമുക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളക്കെട്ടുള്ള സ്ഥലം നമ്മൾ എടുക്കരുത്. പിന്നെ അതുപോലെ നമ്മൾ മഴയത്ത് എടുക്കുമ്പോൾ വെച്ചാൽ നമുക്ക് കിണറിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കിണറിലും വെള്ളം ഉണ്ടാകും. അപ്പോൾ നമുക്ക് വേനലിൽ വെള്ളം കിട്ടുമല്ലോ എന്നുള്ള അറിയാൻ പറ്റില്ല. വേനലിൽ നമ്മൾ പോയി വസ്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം പരിസരത്തുള്ള വീടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ആ പരിസരത്തിൻ്റെ പൊതുവായിട്ടൊരു സ്വഭാവം മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെള്ളം കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കും. അതുപോലെ തന്നെ നമ്മൾ ചില പ്ലോട്ടിൻ്റെയൊക്കെ നമ്മൾ പ്ലോട്ട് തിരിച്ചിരിക്കുന്ന വലിയ പ്ലോട്ടിൽ നിന്ന് ഒരു പ്ലോട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ എൻഡിൽ പോയി നമ്മൾ വസ്തു വാങ്ങിക്കും. അല്ലെങ്കിൽ നമ്മളൊരു ഭൂമിയുടെ ഏതെങ്കിലും ഭാഗത്ത് 5 സെൻറ്റോ 10 സെൻറ്റോ അളന്ന് തിരിച്ച് മേടിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ അതിർത്തിയിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടാനായിട്ട് നമുക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുടെ തെങ്ങോ അല്ലെങ്കിൽ വല്ല തേക്കോ അങ്ങനെയുള്ള മരങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ആ സൈഡിലേക്ക് ആ ഒരു മരത്തിൻ്റെ ശല്യം രൂക്ഷമായിരിക്കും. കാരണം ഇലകൾ ചാറിൽ അങ്ങനെ നമ്മുടെ വീടിന് തന്നെ ഭീഷണിയായിട്ട് നിൽക്കുന്ന രീതിയിലൊക്കെ ആ മരങ്ങൾ നിൽക്കും. പിന്നെ അവരൊക്കെ ആയിട്ട് കേസ് പറയലും
പിന്നെ അവരെ കൊണ്ട് മരം വെട്ടിക്കലൊക്കെ അതൊക്കെ നമുക്ക് റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലോട്ടുകളൊക്കെ ഒഴിവാക്കി വിടുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ഒരു വലിയ പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്ത് വീട് പണിയുന്ന മരങ്ങൾ വളർന്ന് നമുക്ക് നമ്മുടെ ഭൂമിയിൽ തന്നെ അതിൽ സൈഡിലൊക്കെ അതിൻ്റെ ചില്ലകൾ ചാടി നിർത്താൻ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ചെറിയ പ്ലോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ചുറ്റുമുള്ള മരങ്ങളൊക്കെ നമുക്ക് വളരെ ചില്ലയായിരിക്കും. കാരണം നമുക്ക് പലവിധ ബുദ്ധിമുട്ടുകളും ആ മരങ്ങൾ മൂലം വന്നുകൊണ്ടിരിക്കും. പ്ലോട്ട് എടുക്കാനായിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ടൗണിലൊക്കെ വേണമെന്നും പറഞ്ഞ് നമ്മൾ ഈ എയർപോർട്ടിൻ്റെയൊക്കെ പരിസരത്ത് പോയി ഒരു പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എയർപോർട്ടിൻ്റെ പരിസരത്ത് നമുക്കൊരു വീട് വയ്ക്കണമെങ്കിൽ നമ്മളൊരു പ്ലാൻ പെർമിറ്റ് പാസ്സാവണമെങ്കിൽ നമ്മളത് എയർപോർട്ട് അതോറിറ്റിക്ക് സമർപ്പിച്ചിട്ട് അവിടുന്ന് അവരുടെ അപ്രൂവലും കൂടി കിട്ടിയാലാണ് നമുക്ക് ആ പ്ലാൻ പാസ്സായി കിട്ടുള്ളൂ. അപ്പോൾ അവിടെ പണിയുന്ന ബിൽഡിങ്ങുകൾക്ക് അതിൻ്റെ ഹൈറ്റിലും അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്കൊരു സിവിൽ എഞ്ചിനീയറായിട്ട് ബന്ധപ്പെട്ടാൽ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ എയർപോർട്ടുള്ള ഭാഗത്ത് അല്ലെങ്കിൽ വലിയ കമ്പനികളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ ബിൽഡിങ്ങുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും ഈ ഓർമ്മയിലുണ്ടായിരിക്കണം അവിടെ ബിൽഡിങ് പണിയുന്നതിന് ചെറിയ റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലോട്ട് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ ഞാൻ അത്യാവശ്യമുള്ള പോയിൻ്റാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഇനി അടുത്ത് നോക്കുന്നത് നമ്മളൊരു പ്ലോട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്ത് താഴ്ന്ന സ്ഥലങ്ങളാണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഒരു 10 സെൻറ്റോ അല്ലെങ്കിൽ 15 സെൻറ്റൊക്കെ ആണെങ്കിൽ നമ്മളതിൻ്റെ ചുറ്റും നോക്കാം. അപ്പോൾ താഴ്ന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ് വാളെല്ലാം കെട്ടിയെടുക്കുക. സൈഡ് വാൾ വാർക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ വാൾ ചെയ്ത് കരിങ്കല്ല് കെട്ടിയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കത് കോമ്പൗണ്ട് വാളിൻ്റെ രീതിയിലേക്ക് എത്തുമ്പോഴേക്കും നല്ലൊരു എക്സ്പെൻസ് വരും. അപ്പോൾ നമ്മൾ വീട് വയ്ക്കാൻ വെച്ചിരിക്കുന്ന പൈസ നമുക്ക് അനാവശ്യമായിട്ട് ഇങ്ങനെ ബൗണ്ടറി കെട്ടിയെടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ നമ്മൾ നോക്കേണ്ട മറ്റൊരു അത്യാവശ്യ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പ്ലോട്ടിൻ്റെ ചുറ്റും മണ്ണെടുക്കാൻ സാധ്യമില്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. കാരണം മണ്ണെടുത്താൽ നമുക്കറിയാമല്ലോ, നിയമപരമായിട്ട് മണ്ണെടുത്താലും നമ്മുടെ ഒരുപാട് താഴ്ന്ന അപ്പുറം സ്ഥലം കിടക്കുമ്പോൾ നമ്മുടെ സ്ഥലത്തിന് ഭാവിയിൽ ഇപ്പോൾ നമുക്കൊരു വിൽക്കാൻ എന്തെങ്കിലും ഒക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലോട്ടുകൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ നമ്മൾ പ്ലോട്ട് എടുക്കുമ്പോൾ ഈ ചിലപ്പോൾ 10, 20 അല്ലെങ്കിൽ 10, 30 പ്ലോട്ടുകൾ ഇങ്ങനെ സെൻട്രൽ കൂടെ വഴി ഇട്ടിട്ട് നമ്മൾ 2 സൈഡിൽ ഇങ്ങനെ തട്ടായിട്ട് പ്ലോട്ടുകൾ തിരിച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും താഴെയുള്ള പ്ലോട്ടുകൾ നമ്മൾ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ വെള്ളക്കെട്ട് വരാം. കാരണം മേളിൽ നിന്നുള്ള വെള്ളം ഓരോ പ്ലോട്ടിൽ കൂടെയും ഇരുന്ന് താഴെയുള്ള പ്ലോട്ടിനായിരിക്കും അത് ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെപ്റ്റി ടാങ്ക് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് മുറ്റത്തോടെ വെള്ളം വരാനൊക്കെ മഴക്കാലത്ത് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലോട്ടുകളും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ നമ്മൾ റോഡിൽ നിന്നൊക്കെ ഒരുപാട് താഴ്ന്നു നടക്കുന്ന പ്ലോട്ടുകളൊക്കെ നമുക്കറിയാം മാർക്കറ്റ് വിലയിൽ നിന്ന് ഒരുപാട് വില കുറച്ച് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പ്ലോട്ടുകളൊക്കെ എടുത്ത് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ വീട് പണിയാനായിട്ട് കരുതി വെച്ചാൽ പൈസയൊക്കെ അതിൻ്റെ റിട്ടേൺ വാൾ കെട്ടാനും അല്ലെങ്കിൽ അതിൻ്റെ എർത്ത് ഫില്ലിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് പൈസ വിനിയോഗിക്കേണ്ടി വരും. കാരണം നമുക്കറിയാം മണ്ണിനൊക്കെ ഒന്ന് നല്ലൊരു പൈസയാണ്. അപ്പോൾ അതുപോലെ പൈസ കൊടുക്കി മണ്ണൊക്കെ ഫില്ല് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഒത്തിരി പൈസ വരും. പിന്നെ അവൻ്റെ ഫൗണ്ടേഷൻ കോസ്റ്റും ഒരുപാട് കൂടുതലായിരിക്കും. പിന്നെ ചില ആളുകൾ അതിൽ താഴേന്ന് മുതൽ ഫില്ലർ അടിച്ചിട്ട് താഴെ ഒരു നില കിച്ചണൊക്കെ താഴെയൊക്കെ വരാവുന്ന രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യാറുണ്ട്. പക്ഷേ അതൊന്നും ഒരു വീടിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ മേളിൽ ബെഡ്റൂമും താഴെ കിച്ചൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രായമായവർക്കും അല്ലാത്തവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലോട്ടുകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ സ്ഥലം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ തോടിനോടോ അല്ലെങ്കിൽ ചതുപ്പ് നിലത്തിനോടോ അല്ലെങ്കിൽ പാടത്തിനോടൊക്കെ ചേർന്നുള്ള സ്ഥലം വാങ്ങിക്കാറുണ്ടല്ലോ. അപ്പോൾ പാടത്തിൻ്റെ ലെവലും നമ്മുടെ പ്ലോട്ടിൻ്റെ ലെവലും ഒരേ ലെവലാണെങ്കിൽ നമുക്ക് അവിടെ വീട് പണിയുമ്പോൾ നമുക്ക് മണ്ണൊക്കെ ഫില്ല് ചെയ്ത് ഫൗണ്ടേഷൻ കോസ്റ്റൊക്കെ ഒത്തിരി കൂടുതലാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇതൊരു മനസ്സിൽ വിചാരിച്ചിട്ട് കരുതിയിട്ട് വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലമാണ് ഈ പ്രശ്നമല്ല. അല്ലെങ്കിൽ നമുക്ക് വെള്ളക്കെട്ടും നമ്മുടെ ഈ സെപ്റ്റി ടാങ്ക് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റൊക്കെ ഭൂമിയിലേക്ക് കുഴിയെടുത്ത് നമ്മൾ കിച്ചൺ വേസ്റ്റൊക്കെ അതിലേക്കാണല്ലോ വിടുന്നത്. അപ്പോൾ അതൊക്കെ വലിഞ്ഞു പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ താഴ്ന്നു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി വില കുറച്ചിട്ട് മാർക്കറ്റ് വില നിന്ന് ഒരുപാട് താഴെ നമുക്ക് സ്ഥലം കിട്ടും. അപ്പോൾ അത് ഈ പാടം പോലെ അല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ള സ്ഥലമൊക്കെയാണ് നമ്മൾ മിനിമം ഒരു 1.5 മിനിറ്റെങ്കിലും മണ്ണിട്ട് നികത്തി മണ്ണ് ഉറപ്പിച്ച് വേണം അതിൽ വീട് വെക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ നിന്ന് പോകുന്ന വേസ്റ്റ് വെള്ളം, അതുപോലെ ബാത്റൂമിൽ നിന്ന് പോകുന്ന വേസ്റ്റ് വെള്ളം, നമ്മുടെ സെപ്റ്റി ടാങ്കിൻ്റെ സോക്ക്പിറ്റ് ഇതിൽ നിന്നുള്ള വെള്ളം ഒന്നും വലിഞ്ഞു പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മിനിമം 1.5 മീറ്ററെങ്കിലും ഉയർത്തിയിട്ട് വേണം വീട് വയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ ആ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കും. ചിലപ്പോൾ ചില കേസിൽ നമുക്ക് പില്ലറും ബീമും കൊടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ പൈലടിക്കേണ്ട ആവശ്യം വരാം. അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആവശ്യം. മിനിമം നമുക്കൊരു പില്ലറെ കൊടുത്ത് ചെയ്യാനായിട്ട് മിക്കവാറും പറ്റും. തീരെ ചെളിപ്പാടത്ത് വരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പൈലിലൊക്കെ പോകേണ്ടി വരുന്നത്, തീരെ ഉറപ്പില്ലാത്ത മണ്ണുള്ള സ്ഥലത്ത്. പിന്നെ അതുപോലെ നമ്മൾ ഒരു പ്ലോട്ട് എടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഒരു പ്ലോട്ടിന് നമുക്കറിയാം അത്യാവശ്യം സ്ക്വയർ ഷേപ്പായിരിക്കും. പിന്നെ ചില പ്ലോട്ടുകളുടെ ഫ്രണ്ട് ഇങ്ങനെ വീതി കുറഞ്ഞിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ വീതി കൂടിപ്പോകും. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് വീട് വയ്ക്കാൻ നമ്മൾ ഉദ്ദേശിച്ച പ്ലാനിലല്ലേ വീട് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളതൊക്കെ ഇനി അങ്ങനെ അവിടെ തന്നെ വീട് വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി അറിയാവുന്ന ഒരു എഞ്ചിനീയറുടെ സഹായം തേടിയിട്ട് നമുക്ക്
അതിൻ്റെ ഷേപ്പൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയുള്ള പ്ലാൻ അതിൽ സൂട്ടാവുന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ ചില സ്ഥലത്തിന് 4 വശം എന്നുള്ള ചിലപ്പോൾ 6, 8 അങ്ങനെയൊക്കെ ഇങ്ങനെ ചെറിയ ചെരിവുകളൊക്കെ വരും. അപ്പോൾ വാസ്തുവിൽ വിശ്വാസമുള്ളവർക്ക് ആ രീതിയിൽ നോക്കിയിട്ട് അത് ആ സ്ഥലം തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറുടെ സഹായം തേടിയിട്ട് ആ പ്ലോട്ടിൽ വീട് വയ്ക്കാൻ അനുയോജ്യമാണെന്ന് നോക്കിയിട്ട് ആ പ്ലോട്ട് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നമ്മളൊരു പ്ലോട്ട് എടുത്തു. കാരണം നമുക്ക് എല്ലാം ഈ 5 സെൻറ്റ് 10 സെൻറ്റ് വാങ്ങിക്കാൻ നമുക്ക് എല്ലാം തിരഞ്ഞൊരു പ്ലോട്ട് കിട്ടാൻ സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഇന്ന് നമ്മൾ സാധാരണയായിട്ട് ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പടി എന്ന് പറയുന്നത് അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെന്ന് നോക്കണം. അല്ലെങ്കിൽ നമുക്ക് എഗ്രിമെൻറ്റിലൊക്കെ ഏർപ്പെട്ട് നമ്മുടെ പൈസ പാർട്ടിക്ക് കൊടുത്തു, പിന്നെ അതിനുശേഷം ആധാരം ചെയ്യാൻ നേരത്തെ അതിൻ്റെ പല പേപ്പേഴ്സും ശരിയാവാണ്ട് വരും, ലോൺ കിട്ടാത്ത അവസ്ഥ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും വരും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനായിട്ട് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു പ്രശ്നങ്ങളും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ട പേപ്പർ എന്ന് വെച്ചാൽ അതിൻ്റെ ടാക്സ് റെസിപ്റ്റ്. നമ്മൾ വില്ലയിൽ കരം തീർത്ത റെസിപ്റ്റ് ഉണ്ടല്ലോ, ആ റെസിപ്റ്റ് നമുക്ക് നോക്കുമ്പോൾ അതിൽ മനസ്സിലാവും അതിൻ്റെ സർവേ നമ്പർ മനസ്സിലാവും, അതിൻ്റെ വില്ലയിലെ തണ്ടപ്പേര്, അങ്ങനെ ഉള്ള കാര്യങ്ങളും അതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് എല്ലാം നമുക്കതിൽ കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ നമ്മൾ ടാക്സ് റെസിപ്റ്റിൽ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലമാണോ പുരയിടാണോ അല്ലെങ്കിൽ സ്വഭാവ വ്യതിയാനം വരുത്തിയ പുരയിടാണോ എന്നൊക്കെ നമുക്കതിൽ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പുരയിട വാങ്ങണമെങ്കിൽ ആ റെസിപ്റ്റിൽ നമ്മൾ പുരയിടം തന്നെ കാണാൻ പറ്റും. ആ സർവേ നമ്പറിൻ്റെ നേരെ തന്നെ പുരയിടം എഴുതണം. നിലമാണെങ്കിൽ നിലം എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനി സ്വഭാവ വ്യതിയാനം വരുത്തി, അതായത് മണ്ണിട്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ഫീസൊക്കെ അടിച്ച് നമ്മൾ അങ്ങനെയുള്ള വസ്തുവാണെങ്കിൽ സ്വഭാവ വ്യതിയാനം വരുത്തിയ വസ്തുവെന്ന് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിലത്തിൽ വീട് വേണമെങ്കിൽ നമുക്കറിയാം അതിന് കുറേ പേപ്പേഴ്സൊക്കെ ശരിയാക്കിയാലാണ് നമുക്കവിടെ വീട് വയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി സ്വഭാവ വ്യതിയാനം വരുത്തിയ വസ്തുവാണെങ്കിൽ അതിൽ വീട് വയ്ക്കാൻ പറ്റും, പക്ഷേ അതിന് എത്ര സ്ക്വയർ ഫീറ്റുകളിൽ വയ്ക്കാൻ പറ്റില്ല, അതിനും കുറേ നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പുരയിടം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ പിന്നെ ഇങ്ങനെ ഈ ഇത്തരം വസ്തുക്കൾ വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു ടാക്സ് റെസിപ്റ്റ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യണം. അത് കറക്റ്റ് ആണെങ്കിലാണ് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. നമ്മൾ കരം തീർത്ത റെസിപ്റ്റൊക്കെ നോക്കിയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആധാരത്തിൻ്റെ കോപ്പി തരാൻ പറയാം. അപ്പോൾ ആധാരത്തിൻ്റെ കോപ്പി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വായിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തുവിലേക്കുള്ള വഴിയുടെ ഡീറ്റെയിലൊക്കെ എങ്ങനെ പറയുന്നത് നമുക്ക് ആധാരത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ഒരു പക്ഷേ അതൊരു പഞ്ചായത്ത് റോഡോ PWD റോഡൊക്കെ ആണെങ്കിൽ നമുക്ക് ആധാരത്തിൽ ഇങ്ങനെ വഴിയുടെ ഒരു പക്ഷേ അതിൽ കാണിച്ചിട്ടുണ്ടാവില്ല. കാരണം അത് നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം നമുക്ക്. പക്ഷേ പ്രൈവറ്റ് റോഡാണെങ്കിൽ അത് ആധാരത്തിൽ പറഞ്ഞിരിക്കണം, ഈ വസ്തുവിലേക്കുള്ള വഴിയാണെന്നുള്ളത് കാണിച്ചിരിക്കണം. അല്ലാണ്ട് നമ്മൾ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വഴിയിൽ യാത്ര ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും, ഗതാഗതത്തിനൊക്കെ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ആധാരത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ ഈ ആധാരത്തിൽ പറഞ്ഞിരിക്കുന്ന ഉടമസ്ഥനും ഈ കരം തീർത്ത റെസിപ്റ്റിലെ ഉടമസ്ഥനും ഒന്നാണെന്ന് ചെക്ക് ചെയ്യാം. ഒരു പക്ഷേ ചിലപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമുള്ള മുമ്പുള്ള ആധാരമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ മരണപ്പെട്ടിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവരുടെ മക്കൾ വഴിയായിരിക്കും നമുക്ക് ആ വസ്തു ആധാരം ചെയ്ത് കിട്ടുന്നത്. അതുപോലെ ആ വീട്ടിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊത്തിരി കോർട്ട് വഴി നമുക്ക് 1-2 പേപ്പർ ശരിയാക്കണം. അത് നമുക്ക് വക്കീലന്മാരൊക്കെ ശരിയാക്കി തരും. അതുപോലെ ഈ ആധാരത്തിലുള്ള ഉടമസ്ഥനോ അല്ലെങ്കിൽ ഏതെങ്കിലും അവകാശികൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വസ്തുവിൽ നിന്ന് ഒരു പ്ലോട്ട് എടുക്കണമെങ്കിൽ നമുക്ക് അതിനൊത്തിരി പേപ്പേഴ്സ് ശരിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് നമ്മൾ വില്ലേജിൽ നിന്ന് എടുക്കണം. ആ വില്ലേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് എത്ര അവകാശികളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആ അത്രയും അവകാശികൾ ഈ ആധാരത്തിൽ സൈൻ ചെയ്താലാണ് നമുക്ക് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പേരിലേക്ക് വസ്തു മാറ്റാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഈ വസ്തുവിൻ്റെ ചേർന്ന് വല്ല പുറമ്പോക്കോ അല്ലെങ്കിൽ ഈ വസ്തുവിൽ പുറമ്പോക്കോ ഉണ്ടെന്നൊക്കെ നമ്മൾ പരിശോധിക്കണം. അതിനെല്ലാം നമുക്ക് വില്ലേജ് വഴി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുപോലെ പിന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് വസ്തു വാങ്ങിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കരം തീർത്ത റെസിപ്റ്റിൻ്റെ കോപ്പിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വില്ലയിൽ ഈ വസ്തു സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റും. കാരണം ഇപ്പം നമുക്കറിയാം പല സ്ഥലത്തോടെ ഹൈവേയും അതുപോലെ പല റെയിൽവേ അങ്ങനെയുള്ള ലൈനൊക്കെ കടന്നു പോകുമ്പോൾ ഈ വസ്തു നമ്മൾ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വില്ലയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വില്ലയിൽ കൂടി ഏതെല്ലാം ഹൈവേ അതിൽ റെയിൽവേ ലൈനെ കടന്നു പോകണമെങ്കിൽ അതിൻ്റെ സർവേ നമ്പർ, ആ കടന്നു പോകുന്ന വസ്തുവിൻ്റെ എല്ലാം സർവേ നമ്പർ വില്ലയിൽ നമുക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ നമ്മൾ പോയിട്ട് ഈ കരം തീർത്ത റെസിപ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും ഇതിലെങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഇതിൽ വസ്തു വാങ്ങിക്കാനൊന്നും പറ്റില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ നമ്മൾ വസ്തുവൊക്കെ അളന്ന് വാങ്ങിക്കുമ്പോൾ സർവേ ലൈസൻസുള്ള ആളെ കൊണ്ട് തന്നെ അളപ്പിച്ച് വസ്തു വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് കൂടുതൽ ആധികാരികമായിട്ട് ആ വസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും ഒത്തിരി ക്ലിയറായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ താലൂക്ക് സർവേരെ കൊണ്ടാണ് ആ വസ്തു അളപ്പിക്കേണ്ടത്. ഒരു പക്ഷേ ഇത്രയും പേപ്പേഴ്സൊക്കെ ചെക്ക് ചെയ്ത് വസ്തു വാങ്ങിക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വസ്തു വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഒരു ലീഗൽ ഒപ്പീനിയൻ കിട്ടുന്ന ഒരു അഡ്വക്കേറ്റിനെ പോയി കാണാം. അപ്പോൾ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അഡ്വക്കേറ്റ് പറയും ആ വസ്തുവിൻ്റെ പ്രമാണങ്ങളൊക്കെ ഇന്ന പ്രമാണങ്ങൾ ഇന്ന പേപ്പേഴ്സ് ഇന്ന സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുവന്ന് അഡ്വക്കേറ്റ് നമുക്ക് ലിസ്റ്റ് തരും. ആ ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ പാർട്ടിയുടെ അടുത്ത് കൊടുക്കുക. നമ്മൾ ആരുടെ അടുത്ത് വസ്തു വാങ്ങിക്കണമെങ്കിൽ അവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ
അവർ വസ്തു സംബന്ധമായിട്ട് എല്ലാ പേപ്പേഴ്സ് എടുക്കും. അപ്പോൾ അതിൽ ബാധ്യത സർട്ടിഫിക്കറ്റ് 31 വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ്, മുന്നാധാരത്തിൻ്റെ കോപ്പി, അതിൽ മരണപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, കരം തീർത്ത ഫ്രഷ് ആയിട്ടുള്ള ടാക്സ് റെസിപ്റ്റ്, ഇനി ഇപ്പോൾ മറ്റുള്ള എന്തെങ്കിലും പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം അഡ്വക്കേറ്റ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ പേപ്പേഴ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് വെരിഫൈ ചെയ്യും. അഡ്വക്കേറ്റ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സർവേ നമ്പർ വെച്ചിട്ട് അഡ്വക്കേറ്റ് സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഈ വസ്തുവിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് ധൈര്യമായിട്ട് വസ്തു വാങ്ങാം. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും പോയിന്റിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വാട്സപ്പിൽ കൂടി മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം. ഞാൻ അതിന് ഉറപ്പായിട്ട് മറുപടി തരുന്നതായിരിക്കും. ഇത്തരം അറിവുകളുള്ള വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. കാരണം പലരും ചെന്ന് ഈ ട്രാപ്പിൽ വീഴുന്നൊരു പോയിൻറ്റ്സ് ആണെന്ന് ഞാൻ പറഞ്ഞത്. കാരണം വസ്തു വാങ്ങിക്കുമ്പോൾ പലരും പല ബുദ്ധിമുട്ടിലും ചെന്ന് ചാടാറുണ്ട്. കാരണം എനിക്ക് തന്നെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ 1-2 ക്ലിപ്പൊക്കെ ഞാൻ ഇട്ട് തരാം. വസ്തു വാങ്ങിച്ചിട്ട് അതിൽ വീട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരുന്നത്, അതുകൊണ്ട് മഴവെള്ളം മൂലം സെപ്റ്റി ടാങ്ക് സെറ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന കേസുകളൊക്കെ ഞാൻ അതിൻ്റെ 1-2 ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ക്ലിപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് കാരണം ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ജനങ്ങൾക്കും ആവശ്യമുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ വസ്തു വാങ്ങിക്കും, പലർക്കും വസ്തു വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നറിയില്ല. പലപ്പോഴും പല ആളുകളും ട്രാപ്പിൽ വീഴാണ്. അപ്പോൾ വീഴാണ്ടിരിക്കാൻ ഏകദേശം ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. മിക്കവാറും ആളുകൾക്ക് അത്യാവശ്യമുള്ളൊരു വീഡിയോ തന്നെയാണ് ഇത്. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.